തിരുവനന്തപുരം കഴക്കൂട്ടം സ്റ്റേഷനിലെ പോലീസുകാരുടെ പരസ്യ മദ്യപാനത്തിൽ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജോലി സമയത്ത് 6 പേര് മദ്യപിച്ചിരുന്നതായി കമ്മീഷണർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന പറയും. ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് മാതൃകയാകേണ്ട പോലീസ് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് കഴക്കൂട്ടത്ത് സ്വകാര്യ വാഹനത്തിലിരുന്ന 6 പോലീസുകാർ മദ്യപിച്ചത്. അതിൽ 4 പോലീസുകാരാണ് മദ്യപിച്ചിട്ടുള്ളത്. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ 6 പോലീസുകാർക്കും ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. ഒരു വ്യാപാരിയുടെ മകളുടെ വിവാഹത്തിന് പോകുന്നതിന് വേണ്ടിയാണ് കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്വകാര്യ വാഹനത്തിലിരുന്ന ഈ പോലീസുകാർ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറകെ വന്ന് ദൃക്സാക്ഷി പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത് ഇതിനെതിരെയാണ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗ്രേഡ് SI ആയ ബിനോ, CPOമാരായ അരുൺ, മറ്റൊരു ഗ്രേഡ് CPOമാരായ അരുൺ, മറ്റൊരു CPOയായ അരുൺ, രതീഷ, അഖിൽരാജ് തുടങ്ങിയവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി ഉത്തരവ് പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. പിന്നീട് അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. എന്തായാലും DGP ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു നടപടി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശ്യാംബാബു, സാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വടകര MLA RP നേതാവ് KK രമ ഇപ്പോൾ നിയമസഭയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. കുഞ്ഞികൃഷ്ണന് നേരെയും ഒരു ഇനോവ വരാതിരിക്കട്ടെ, കുഞ്ഞികൃഷ്ണൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നാണ് KK രമ പറയുന്നത്. രക്തസാക്ഷി ഫണ്ട് പിരിക്കുന്നത് പണ്ടും നടക്കുന്നുണ്ട്. പക്ഷേ പണ്ടൊന്നും ചെലവിൽ കണക്കിൽ കാണാറില്ല. ഇത് തന്നെയാണ് പണ്ടും നടക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണം കൂടി KK രമ ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചു.